നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം സെറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലൈക്ക് ഐഡിയ ഇല്ല, കോൺഫിഡൻസ് ഇല്ല, പെർഫെക്റ്റ് സെറ്റപ്പ് ഇല്ല. ഓണസ്റ്റ്ലി പറഞ്ഞാല് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു കോമൺ പ്രോബ്ലം ഉണ്ട്. ഞാൻ റെഡി അല്ല, ബട്ട് ട്രസ്റ്റ് മീ, നോബഡി ഈസ് റെഡി വെൻ ദേ സ്റ്റാർട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ബിഗിനർ എന്നുള്ള രീതിക്ക് എങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാം. അത് മാത്രമല്ല, മെയിൻ ആയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ കൂടെ ആവാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇഫ് യു ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് സെറ്റപ്പ്, പെർഫെക്റ്റ് കോൺഫിഡൻസ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിലൊക്കെയുള്ള ഒരു പ്രോബ്ലം പിടിച്ചൊരു വേർഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ആ ഒരു വേർഡിനെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. കാരണം പെർഫെക്ഷൻ ഈസ് എ മിത്ത്. ഓണസ്റ്റ്ലി പറഞ്ഞാല് നിങ്ങൾ ഒരിക്കലും 100% റെഡി ആവില്ല. ക്യാമറ പെർഫെക്റ്റ് ആവില്ല, കോൺഫിഡൻസ് പെർഫെക്റ്റ് ആവില്ല, ഈവൻ കോണ്ടന്റ് ഐഡിയ പോലും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഗ്രോ ഓൺ യൂട്യൂബ്. എന്തുകൊണ്ടാ? അവർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്, അവർ പെർഫെക്ഷൻ വെയിറ്റ് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർ യൂട്യൂബിൽ ഗ്രോ ചെയ്യുന്നത്. അത് യൂട്യൂബ് മാത്രമല്ല, ലൈഫിൽ എന്ത് കാര്യം എടുത്താലും നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി അത് പെർഫെക്റ്റ് ആയിക്കോളും. നമുക്ക് പെർഫെക്ഷൻ കിട്ടാത്തതിന്റെ റീസൺ സ്കില്ല് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, അതൊന്നും അല്ല. മേ ബി ഫിയർ, ഓവർ തിങ്കിങ്, ആൾക്കാർ എന്ത് വിചാരിക്കും, ഫ്രണ്ട്സ് എന്നെ കളിയാക്കില്ലേ, ഈ ഒരു തോട്ട് കൊണ്ടാണ് 75% ആൾക്കാരും, 75 അല്ല 90% ആൾക്കാരും ആൾക്കാർ എന്ത് വിചാരിക്കും, അവരെന്നെ കളിയാക്കൂലേ, ഫ്രണ്ട്സ് എന്നെ കളിയാക്കൂലേ എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാത്തത്. പക്ഷേ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നല്ല കാര്യമാണെങ്കിൽ ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവർ നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു സംഭവത്തിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ കളിയാക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, പിന്നിലേക്ക് വലിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ക്രിഞ്ച് ആവില്ലേ, അവർ ജഡ്ജ് ചെയ്യൂലേ, അവർ കളിയാക്കൂലേ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മെയിൻ തോട്ട് വരുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ഈ ഒരു തോട്ട് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുകയാണ്. ഫസ്റ്റ് തിങ് ഈസ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ലൈക്ക് നല്ല കാര്യങ്ങൾ മാത്രം ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ വേറൊരാൾ ജഡ്ജ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്കാണ് നഷ്ടം, നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. നിങ്ങളുടെ ടൈമാണ് വേസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം. ഇപ്പൊ തന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നല്ലതാ. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മെയിൻലി നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് തരാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജും അതുപോലെ തന്നെ കമന്റ്സ് ഒക്കെ വരുന്നതാണ്. കോൺഫിഡൻസ് ഇല്ല, നെഗറ്റീവ് കമന്റ് വരുമ്പം എന്താണ് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് ഇതാണ് അറിയേണ്ടത്. യൂട്യൂബ് ചാനൽ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക, അതൊന്നും അല്ല ആർക്കും അറിയേണ്ടത്. നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് വിചാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യും. അതാണ് എന്നോട് പലരും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കഴിയുമ്പം നിങ്ങൾക്ക് എന്താ പറയാ, 100% കോൺഫിഡൻസ് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനേക്കാളും ഒരു 20 to 30 to 50% അത് ഉയരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പാണ് അതെന്തായാലും ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തിങ്, യു ഡോണ്ട് നീഡ് എക്സ്പെൻസീവ് ക്യാമറ, ലൈറ്റ്, മൈക്ക്, ഇതൊന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഫോണുണ്ട്, ഓക്കെ, പക്ഷെ എൻ്റെ കയ്യിൽ മൈക്കില്ല, ട്രൈപോഡ് ഇല്ല, പിന്നെന്താ, ലൈറ്റ് ഇല്ല. സ്റ്റിൽ എൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല. ഈ എന്താ പറയാ, റിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും സ്റ്റിൽ എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല, ഇതൊക്കെ വാങ്ങിച്ചിട്ടേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനം കൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ്, പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അതുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ആകെ ഒരു മൊബൈൽ ഫോൺ മതി. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ വേണമെന്നൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യും. കോൺഫിഡൻസ്, പെർഫെക്ഷൻ ഒക്കെ സ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ചാനൽ ഓപ്പൺ ചെയ്യുക, സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്തെ വീഡിയോ പോവുക, അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്ന്.
എൻ്റെ സൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം കോൺഫിഡന്റ് ആയിരുന്നു എന്ന്. കാരണം കോൺഫിഡന്റ് അല്ല, ബട്ട് ഐ സ്റ്റാർട്ടഡ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പം ഈ ഒരു സമയത്ത് കോൺഫിഡൻറ്റോടെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ എന്തിനാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്റെ മൈൻഡിൽ ആ തോട്ട് വന്നു, ഞാൻ ആരോടും ചോദിച്ചില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ടൈമിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്തിട്ട് കുറെ പേരോട് സജഷൻ ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കൂല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഞാൻ ഒരിക്കലും എന്താ പറയാ കുറെ പേരോട് സജഷൻ ചോദിച്ചിട്ടൊന്നും അല്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ മൈൻഡിൽ ഒരു തോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ അക്കൗണ്ടിൽ വീഡിയോ ഇട്ടു. അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടും പെർഫെക്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ടും എന്താ സജഷൻ ആൾക്കാരോട് ചോദിച്ചിട്ട് അവരുടെ റിപ്ലൈ ഒപ്പീനിയന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്തിരുന്നാൽ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു കറേജ്, സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടത്തോടെ ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ആരെയും മൈൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ, അപ്പൊ നമ്മൾ ചെയ്യും. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്ത്, ഓക്കെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് തരാം. നിങ്ങൾക്ക് അറിയാം ലേസ് കഴിക്കുന്നത് കോമഡി ആയിരിക്കും, എക്സാമ്പിൾ എനിക്കിപ്പോ പെട്ടെന്ന് മൈൻഡിൽ വന്നതാ. നിങ്ങൾക്ക് അറിയാം ലേസ് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ആൾക്കാരും പറയും ലേസ് കഴിക്കരുത് എന്ന്. പക്ഷെ നിങ്ങൾ ലേസ് കഴിക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് അത് ഇഷ്ടമായത് കൊണ്ട് നിങ്ങൾ കഴിക്കുന്നു. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാഡ് അല്ല. പക്ഷെ ആൾക്കാർ അത് എന്താ പറയാ ജഡ്ജ് ചെയ്യും. ആൾക്കാർ എങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കണ്ട. നിങ്ങൾ ലേസ് കഴിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് വലിയ എക്യുപ്മെന്റ് കാര്യങ്ങളൊന്നും വേണ്ട. ആകെ നിങ്ങൾക്ക് എടുക്കാനുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ധൈര്യം, കറേജ്, കോൺഫിഡൻസ്, പിന്നെ എന്താ പറയാ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവം മാത്രമാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് വരുന്നത്. മൈക്കിൽ പറയുമ്പം ആ ചീവീടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് പുറത്തുനിന്ന്. നിങ്ങൾക്ക് കേൾക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, എന്ത് കോണ്ടന്റ് ആണ് നമ്മൾ കൊടുക്കുക? അതൊന്നുമില്ല, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഓൾറെഡി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തോന്നുന്ന കാര്യങ്ങൾ. എൻ്റെ കാര്യം, ഞാൻ ടോപ്പിക്കും അതുപോലെ എൻ്റെ ഒരു ഗ്രോത്തും എൻ്റെ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് വരാം. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് വ്ളോഗ്, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി വ്ളോഗ്, അങ്ങനത്തതിലൂടെയാണ്. പ്രൊഡക്റ്റീവ് വ്ളോഗ്, സ്റ്റഡി വ്ളോഗ്, ഇതൊക്കെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഡോക്യുമെന്റ് ചെയ്തു, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. നിങ്ങളുടെ കയ്യിൽ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ കുറെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കയ്യിൽ എന്താണോ ഉള്ളത് അത് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം ഉണ്ടാവും. അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക, അതൊക്കെ കോണ്ടന്റ് ആക്കിയിട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാല് പെർഫെക്റ്റ് വീഡിയോ അല്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ഈ റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ട്രൈ ടു ബി റിയൽ. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ റിയൽ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കോണ്ടന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നും അല്ലെങ്കിൽ യു ക്യാൻ ഡു ഡെയിലി വ്ളോഗ്, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് എന്തെങ്കിലും പുറത്തു പോകുന്നത്, ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ എടുക്കുക, എന്നിട്ട് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ തന്നെ നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ലൈക്ക് ഒരു 3 മിനിറ്റ്, ഒന്നും അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വീഡിയോ, 2 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഡോക്യുമെന്റ് ചെയ്യുക. അത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മൈൻഡിൽ ആ ഒരു സമയത്ത് ഒരു 2 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ആയിരുന്നു. പക്ഷെ ഗ്രാജുവലി ഇതിൽ ഗ്രോത്ത് വന്നു തുടങ്ങിയപ്പോഴാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു കമന്റ്, വീഡിയോ ഭയങ്കര എന്താ പറയാ ഷോർട്ടാണ്, ലെങ്തി വീഡിയോ ചെയ്യൂ. അപ്പൊ ഞാൻ 5 മിനിറ്റ്സിലേക്ക് കയറി. 5 മിനിറ്റ് കയറിയപ്പോഴും ആൾക്കാർ പറയാൻ തുടങ്ങി ഇത് ഭയങ്കര ഷോർട്ടാണ്. അപ്പൊ ഞാൻ വിചാരിക്കും 5 മിനിറ്റ്സ് ഒക്കെ ആക്ച്വലി കുറച്ച് ലോങ് ആണ്. പക്ഷെ എന്നിട്ടും അത് ഷോർട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദേ ലൈക്ക് ടു വാച്ച് അല്ലെ. എൻ്റെ മൈൻഡിൽ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് പോകും, കാരണം ആൾക്കാർക്ക് ബോറടിക്കൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറ്റുന്നത്ര ഷോർട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷെ അത് കണ്ടിരിക്കാനും ഭയങ്കര രസമാണെന്ന് തോന്നിയ സമയത്ത് ഞാനൊരു 10 മിനിറ്റ്സ് വരെ ആക്കി തുടങ്ങി. 9 to 10 മിനിറ്റ്സ്. നിങ്ങളുടെ സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ച് മാത്രം കൊടുക്കുക. കുറച്ച് മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ
അധികം എന്താ പറയാ എഡിറ്റ് ചെയ്ത് ഭയങ്കര എന്താ പറയാ ക്ഷീണാവൂല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോവും. ഫസ്റ്റ് തന്നെ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഇട്ടാല് നമുക്ക് അതിനൊരു ഗ്രോത്ത്, ഫസ്റ്റ് വീഡിയോ അങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആവുമൊന്നുമില്ല. അതിനൊരു ഗ്രോത്ത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റൂല. സോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഷോർട്സ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലോങ് വീഡിയോ ഇട്ടാ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോനെ പറ്റി പറയാൻ തോന്നുന്നത്. ഷോർട്സ് ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് ടൈമിലൊന്നും ഷോർട്സ് ഇടാറേ ഇല്ല. ഞാൻ റീസെന്റ് ആയിട്ടാണ് എന്നാലും ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോനെ പറ്റിയാണ് എനിക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും അറിയുന്നുള്ളൂ. എനിക്ക് അറിയുന്ന കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടാൻ നോക്കാണ്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും ഉള്ള വീഡിയോ ഇടുക. പിന്നെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ യു ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എങ്കിലും എടുക്കുക. ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. സെക്കൻഡ് അല്ല, തേർഡ് വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ആ ഒരു വീഡിയോ ആണ് മെയിനായിട്ട് കുറച്ചുകൂടെ എൻ്റെത്, ഞാൻ മൂന്നാമത്തെ വീഡിയോ ആണ് കുറച്ചുകൂടെ എൻ്റെത് ക്ലിക്കായി പോയത്. അതിൽ പ്രത്യേകിച്ച് കോണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല. ഒരു രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്തു. ഓൾസോ വോയിസ് ഓവർ ഇട്ട് കൊടുത്തു. എൻ്റെ ഫസ്റ്റിലേക്കുള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. കോണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് ട്രൈ ടു ഡോക്യുമെന്റ്, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. കൂടുതൽ കോണ്ടന്റ് ഐഡിയ ഒന്നും ആലോചിച്ച് തല പോയിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ഓവർ തിങ്ക് എക്യുപ്മെന്റ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോണില്ലെങ്കിലും നിങ്ങളുടെ പാരന്റ്സിന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അവരോട് ചോദിച്ചു നോക്കുക, അമ്മേ ഒരു വീഡിയോ എടുക്കാം, ഫോൺ വരുമോ? അല്ലെങ്കിൽ അച്ഛാ വീഡിയോ എടുക്കാം, ഫോൺ വരുമോ? അല്ലെങ്കിൽ ചേച്ചി, ചേട്ടൻ, ആരോടെങ്കിലും ചോദിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഓരോട് എടുത്തു തരാൻ വേണ്ടി പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പം നാച്ചുറൽ ലൈറ്റിൽ എടുക്കാൻ നോക്കുക. നാച്ചുറൽ ലൈറ്റിന് ഒരു പ്രത്യേക രസം ഉണ്ടാവും. എൻ്റെ വീഡിയോസ് കാണുമ്പം നിങ്ങൾക്കറിയാം, ഈ ലൈറ്റിന് ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ റൂമിൽ രാത്രി അത്ര അടിപൊളിയല്ല, പക്ഷെ എനിക്ക് ഈ ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടാകാറുണ്ട്. എനിക്ക് ഈ ഒരു ലൈറ്റ് പോലും ഇപ്പം കുറച്ച് ഗ്ലൂമി ആയിട്ടുള്ള ഇതാണ്, പക്ഷേങ്കിൽ രാവിലെ ആ ഒരു സമയത്തൊക്കെ നല്ല ക്ലൈമറ്റ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ലൈറ്റ് ഉള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ നോക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീഡിയോ അടിപൊളിയാവും. ഇനിയിപ്പോൾ ഓഡിയോനെ പറ്റി പറയാനാണെങ്കിൽ മൈക്ക് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഈ സിറ്റ് ആൻഡ് ടോക്ക് കൈൻഡ് ഓഫ് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മൈക്ക് യൂസ് ചെയ്യാറില്ല. ഈ എഡിറ്റിംഗ് ടൈമിൽ അതിൽ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഞാനിങ്ങനെ നമ്മൾ സാധാ വോയിസ് റെക്കോർഡ് മെസ്സേജ് അയക്കൂല, അങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യാറ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അടച്ച മുറിയിൽ കയറി ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ജനലൊക്കെ അടച്ച് അങ്ങനത്തെ റൂമിൽ അങ്ങനെ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്താൽ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ സാധനത്തിന്റെ ആവശ്യമില്ല. ഈ ഫസ്റ്റ് തന്നെ എല്ലാത്തിന്റെയും ക്വാളിറ്റി നോക്കിയാലും എവിടെ എത്തൂല. ക്വാളിറ്റി ഇംപ്രൂവ് ആയിക്കോളും. എപ്പം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ക്വാളിറ്റി ഇംപ്രൂവ് ആവുള്ളൂ. ഓരോ വീഡിയോ ഇട്ട് പോകുമ്പോഴും ക്വാളിറ്റി പെർഫെക്ഷൻ ഒക്കെ ആയി വന്നോളും. ഫസ്റ്റ് ക്വാളിറ്റി പെർഫെക്ഷൻ ഒന്നും നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിരിക്കണ്ട. ക്വാളിറ്റി പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഫിയർ ആൻഡ് ഓവർ തിങ്കിങ്. ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ആൾക്കാർ ജഡ്ജ് ചെയ്യുമെന്നൊക്കെയുള്ള പേടി ഉണ്ടെങ്കിലും ഞാൻ ഇട്ടു. ലൈക്ക് ഞാനാണ് എന്ന് കാണിക്കുന്ന രീതിക്കല്ല ഞാൻ ഇട്ടത്. എൻ്റെ പേരില്ല, എന്നെ പറ്റി ഒന്നും പറയുന്നില്ല വീഡിയോയില്, എൻ്റെ ഫേസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീഡിയോ വാസ് നോട്ട് ദാറ്റ് സ്കേറി. കാരണം അറിയുന്നോലും എന്റെ മൈൻഡിൽ ഈ വീഡിയോ ആരും കാണൂല, ആ ഒരു രീതിക്കാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഞാൻ എത്ര വീഡിയോയിൽ ഇത് പറഞ്ഞു എന്നറിയില്ല, ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ എൻ്റെ ഫ്രണ്ട്സിൻ്റെയോട് കൂടെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഞാൻ ആകെ 4 പേരോട് മാത്രമേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. റിലേറ്റീവ്സിൻ്റെയോട് ഒറ്റ ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അവര് എൻ്റെ വീഡിയോ കാണണ്ട മീൻസ് ഞാൻ പറഞ്ഞിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞിട്ട് അവര് കണ്ടാല് ലൈക്ക് സ്റ്റാർട്ടിങ് ആണല്ലോ, മേ ബി ഡിമോട്ടിവേറ്റ് ചെയ്യാം, മേ ബി കളിയാക്കാം. ആ ഒരു കളിയാക്കൽ ഞാൻ കേട്ടാൽ ചിലപ്പം ഞാൻ വീഡിയോ ചെയ്യൂല, അതെനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ഞാൻ ഇമ്പ്രൂവ് ആവുമ്പം അവർ കണ്ടോളും. ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒന്നും പറയാൻ പോയില്ല. ഞാൻ എവിടെ തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ വാസ് എ ബർത്ത്ഡേ വ്ളോഗ്. അത് തന്നെ ഞാൻ പണ്ട് മുതലേ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന ഒരാളാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ
ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്യാവശ്യം വീഡിയോ ഇട്ട് പോവലുണ്ട്. ഞാൻ എന്ത് കണ്ടാലും വീഡിയോ എടുക്കും. എന്ത് കണ്ടാലും എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ഇല ഇളകുന്നുണ്ട്, അതടക്കം ഞാൻ വീഡിയോ എടുക്കും. അത്ര എനിക്ക് വീഡിയോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും എനിക്ക് അതിൽ എന്തോ ഞാൻ അതിലൊരു ഒരു ബ്യൂട്ടി കണ്ടെത്തിയിട്ട് വീഡിയോ എടുക്കുന്ന ഒരാളാണ്. സോ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോയല്ല ആ ഒരു ബർത്ത്ഡേ വ്ളോഗ്. അത് ആക്ച്വലി എനിക്ക് കുറച്ച് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുത്തിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നമ്മുടെ ബർത്ത്ഡേ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നത് നല്ലതല്ലേ, നമുക്ക് അടുത്ത ബർത്ത്ഡേ ആകുമ്പോൾ നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് എടുത്തതും ഇൻസ്റ്റയിലേക്ക് അപ്ലോഡ് ചെയ്തതും. അപ്പൊ ഇത് കുറച്ച് ലാൻഡ്സ്കേപ്പിൽ എടുത്തോണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഐ തോട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ട് നോക്കിക്കൂടെ, അടുത്ത ബർത്ത്ഡേ ആകുമ്പം എനിക്കിത് എടുത്തു നോക്കാലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തത്. പിന്നെ ആണെങ്കിൽ എന്തായാലും ചാനലൊക്കെ ഇടുന്നുണ്ട്, വോയിസ് ഓവർ കൊടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തു. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ എത്ര വീഡിയോയിൽ ഇത് പറഞ്ഞു എന്നറിയില്ല, എന്റെ സ്ലാങ് ഇങ്ങനെയല്ല. ഞാൻ ഈ കൊയിലാണ്ടി വടകര ആ ഒരു ഏരിയയിലായതുകൊണ്ട് അങ്ങനത്തെ സ്ലാങ് എനിക്ക് വരിക. അപ്പം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം ആൾക്കാർ കാണുന്നൊന്നും ഉറപ്പില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഇടുമ്പം കുറച്ച് ഇതിലിടണമല്ലോ. അപ്പൊ ഞാൻ ആ ഒരു 2 മിനിറ്റുള്ള വീഡിയോന് ഞാൻ അത്രയും ടൈം എടുത്തിട്ട് ആ വോയിസ് ഓവർ കൊടുത്തത്. ലൈക്ക് എന്താ പറയാ, ഇങ്ങനെയാണ് അടുത്ത വേർഡ് പറയുക, ചിന്തിച്ചൊക്കെ ഞാൻ വീഡിയോയില് വോയിസ് ഓവർ കൊടുത്തത്. പക്ഷേ അതിലെന്താ നോക്കേണ്ടത്, ഞാൻ ചെയ്തു എന്നുള്ള വേർഡാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് ഞാൻ ചെയ്തു ആ ഒരു സംഭവത്തിനാ. പെർഫെക്ഷൻ അല്ല, നമ്മൾ ട്രൈ ചെയ്യാ, ഞാൻ ചെയ്തു. അപ്പൊ നിങ്ങളും എനിക്ക് എത്രത്തോളം എന്താ പറയാ, ഞാൻ ഒരു ഫേസ് കാണിച്ച് സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാത്ത ഒരാളാണ്. കാരണം എന്റെ ഫോട്ടോ ഒരിക്കലും നന്നാവില്ല. എന്റെ ഫോട്ടോ ഒരിക്കലും നന്നാവില്ല എന്ന് വെച്ചാൽ എന്റെ ഫോട്ടോ ഒരിക്കലും നന്നാവില്ല, എനിക്ക് ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനത്തെ ഒരാളാണ് വീഡിയോന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ദേ ജഡ്ജ്, പക്ഷെങ്കിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മിനിറ്റിൽ വേറൊരാളെ ജഡ്ജ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് വേറൊരാളായിട്ട് ജീവിക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളായിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കറേജ് കിട്ടി, വലിയ എക്യുപ്മെന്റ് ഒന്നും വേണ്ട, ഫോണ് കിട്ടി, ആൾക്കാരെ ജഡ്ജ് ചെയ്യും, ക്രിഞ്ചാണ് എന്നുള്ള തോട്ട് മാറ്റി വെച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആണ് മെയിൻ. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്തു, 2 മണിക്കൂർ കഴിഞ്ഞു, 4 മണിക്കൂർ കഴിഞ്ഞു, 10 മണിക്കൂർ കഴിഞ്ഞു, 12 മണിക്കൂർ കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, വ്യൂസ് ഒരു 50, 60, 70 വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരു 10, 15, 20 ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 2 ദിവസമായി. നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യൂല, അടുത്ത വീഡിയോ ഇടൂല, അടുത്ത വീഡിയോ ഇട്ടിട്ട് എന്താ വ്യൂസ് കുറവായിരിക്കൂലേ, ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തൂല, ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തോ, ഗ്രോത്ത് ഉണ്ടാവും. നല്ല കോണ്ടന്റ് കൊടുത്തോ, ഗ്രോത്ത് ഉണ്ടാവും. ഫസ്റ്റ് വീഡിയോസിലൊക്കെ നിങ്ങൾ കോണ്ടന്റിനെ പറ്റി ഒന്നും ആലോചിച്ച് സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തോ, നിങ്ങൾ വിൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്റെ ചാനൽ എടുക്കുക, സ്ക്രോൾ ചെയ്യുക, ഫസ്റ്റ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എന്ന്. സെക്കൻഡ് വീഡിയോ എടുക്കുക, ഡിസ്ക്രിപ്ഷൻ നോക്കുക, ഡേറ്റ് നോക്കുക, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ അതിലും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് അതിലും കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് വീഡിയോ എടുക്കുക, അത് അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കുക, എത്ര സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു നോക്കുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകും തോറും എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് എത്ര ഗ്രോത്ത് ഉണ്ടായിന്ന്. ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഒരു 2 or 4 അങ്ങനെ എന്തോ ആയിരിക്കും. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, പിന്നെ അമ്മ എൻ്റെ ഫോണിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ വേറെ ഏതോ ഒരു അക്കൗണ്ടിൽ നിന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഒരു 3 or 4 അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തു. ഒരു 4 പേരോട് പറഞ്ഞു, അവർ സബ്സ്ക്രൈബ് ചെയ്തു. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇട്ടു, ന്യൂ പീപ്പിൾ വന്നു. ന്യൂ പീപ്പിൾ ആയിരിക്കും, എനിക്ക് അറിയില്ല. സെക്കൻഡ് വീഡിയോ ഇട്ട സമയത്ത് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് എനിക്ക് ഓർമ്മയില്ല. തേർഡ് വീഡിയോ ഇട്ടു, ഞാൻ പറഞ്ഞു തേർഡ് വീഡിയോ ആണ് എനിക്ക് കുറച്ച് ക്ലിക്ക് ആയത്. അപ്പൊ തേർഡ് വീഡിയോന് ശേഷം ഫോർത്ത് വീഡിയോ എടുക്കുമ്പം കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ്
പെട്ടെന്ന് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തേർഡ് വീഡിയോ ആണല്ലോ കുറച്ചുകൂടെ ഒരു ഇതായത്, കുറച്ചുകൂടെ വൈറലായി എന്ന് പറയാൻ അങ്ങനെയല്ല. എനിക്ക് സാധാരണ അത്ര വ്യൂസ് ഉണ്ടാവില്ല, പക്ഷെ അതിട്ട സമയത്ത് ഒരു 24 hours ആവുമ്പം 1K വ്യൂസ് ആയി. അത് എൻ്റെ ഒരു ഗ്രോത്ത് ആയിരുന്നു. കാരണം എന്താ പറയാ, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടും വ്യൂസ് പോകുന്നുണ്ടോ, അത് എന്താ പറയാ റീച്ച് ആവുന്നുണ്ട്. എൻ്റെ മെയിൻ പ്രോബ്ലം ആണ് ക്യാമറയിൽ ഞാൻ നന്നായിട്ട് ഉണ്ടാവില്ല. ക്യാമറയിൽ എന്നെ കാണാൻ എന്തോ പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോട്ടോ പോലും എടുത്താൽ തീരെ ശരിയാവാത്ത ഒരാളാണ്. അങ്ങനത്തെ ഞാൻ വീഡിയോയിലൊന്നും ഒരിക്കലും നന്നാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുന്നൊന്നും ഞാൻ ഒരിക്കലും സംസാരിക്കൂല എന്ന് ഉറപ്പിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പം ഇങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവം വന്നുകൊണ്ടും എനിക്ക് എന്നെ പറ്റിയൊരു ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. നെഗറ്റിവിറ്റി ഉണ്ടാവും, നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ടാവും. അവരൊന്നും ലൈഫിൽ എവിടെ എത്താത്തവരാ. അവരെ ചാനൽ തുറന്നാല് അവർക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു കറേജ് ഇല്ലാത്തവരായി നെഗറ്റീവ് കമന്റ്സ് ഇടുക. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് അറിയാം, അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഇങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ വേറൊരാളെ നെഗറ്റീവ് പറയുമ്പോൾ ചിന്തിക്കേണ്ടത്, ഈ ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കുന്നതിന് എത്രമാത്രം ഒരു എന്താ പറയാ, നമ്മളങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറേജ് ഉള്ളിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന്. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നമുക്ക് ഇത്രയും കോൺഫിഡൻസ് വന്ന് ക്യാമറേന്റെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കൊന്നുമില്ല. അതിന് അത്രയും ടൈം എടുക്കും. സോ നിങ്ങൾ നെഗറ്റീവ് പറയുമ്പം നിങ്ങൾ ഇത് ചിന്തിക്കണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇത് നെഗറ്റീവ് പറയുന്നവർക്കുള്ള ഒരിതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് വരുന്ന പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത്രേ ചിന്തിക്കാനുള്ളൂ. അവരെവിടെ എത്തുന്നില്ല, അവർക്ക് ഇങ്ങനെ മുന്നിലിരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതും ഇല്ല. എന്നിട്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നവരെ ജഡ്ജ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യരുത്. അവർക്ക് ഇങ്ങനെ പറയാൻ മാത്രം അറിയാം, ഒന്നും ചെയ്യാൻ അറിയൂല. ഇനി ഞാൻ എങ്ങനെയാണ് നെഗറ്റീവ് പീപ്പിളിനെ ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ടൊക്കെ മൈൻഡ് ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അവരൊന്നും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ എന്നെ പറ്റി ആലോചിക്കും, എനിക്ക് ഗ്രോത്ത് ഉണ്ടോ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവരിങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യും, നെക്സ്റ്റ് മിനിറ്റിൽ വേറെ ആളെ ജഡ്ജ് ചെയ്യും. ജഡ്ജ് ചെയ്യാൻ മാത്രമേ അവരെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നെഗറ്റിവിറ്റി ഒന്നും മൈൻഡിൽ എടുക്കുക വേണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നുണ്ടോ, നമ്മൾ ഹാപ്പി ആണോ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒരു കാര്യം മൈൻഡ് ചെയ്യണ്ട. നിങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇനി ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യണം. ഓക്കെ, ഇതിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൺവിൻസ് ചെയ്യണം. ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് എന്ന് വെച്ച് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല. നല്ല കാര്യത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. നെഗറ്റീവ് പീപ്പിൾ വരുമ്പം നെഗറ്റീവ് പീപ്പിളിന് നമുക്ക് ലൈഫിൽ വേണ്ട. എന്നെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ചാനലിൽ ചിലരുണ്ട്, ഫസ്റ്റ് കമന്റ് ആയിരിക്കും എൻ്റെ ചാനലിൽ ഇടുക, അത് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യും, ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നെഗറ്റീവ് വന്ന് കമന്റ് ചെയ്യുമ്പം ആ ഒരു ടൈമിൽ നമുക്ക് എന്തോ പോലെ തോന്നും. പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനൊന്നും വേണ്ട. ഞാൻ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം, ഞാനിപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം എനിക്കിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളതെന്ന് വെച്ചോ. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പം എന്നെ ഇഷ്ടപ്പെടാത്തവര്, അഥവാ സബ്സ്ക്രൈബൊക്കെ കൈതട്ടി സബ്സ്ക്രൈബ് ചെയ്തവര്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവര് അപ്പൊ അൺസബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയും. എനിക്ക് സത്യം പറഞ്ഞാല് എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ മനസ്സിലാക്കുന്നവരും അങ്ങനെ എന്നെ പോലെ ഒരു എന്താ പറയാ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വേണ്ടെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അത് ഫസ്റ്റ് ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. എന്നെ മനസ്സിലാക്കുന്ന അത്രയും ലോയൽ ആയിട്ടുള്ള OG സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ എനിക്ക് വേണ്ടൂ. അല്ലാണ്ട് ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഞാൻ ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാനിപ്പോ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ഞാൻ ഇപ്പൊ തന്നെ ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കൂടെ വെക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഗിവ് അവേ ഒക്കെ കൊടുക്കാൻ തന്നെ താല്പര്യമുള്ളൂ.
സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ജൂൺ ആ സമയത്താണ് ഗിവ് അവേ ചെയ്തത്. ഇത്രയും സമയമായിട്ടും ആരും എന്നോട് സ്ട്രെസ് ചെയ്ത് ഗിവ് അവേ താന്ന് പറഞ്ഞിട്ടില്ല. ലൈക്ക് എന്റെ സബ്സ്ക്രൈബർ എനിക്ക് എപ്പോഴും കമന്റ് ചെയ്യുന്നത്, കുറെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്, നമുക്കറിയാലോ, എപ്പോഴും കമന്റ് വരുമ്പം ഞാൻ കാണുമല്ലോ. അവരൊന്നും എന്നോട് ഇതുവരെ ഗിവ് അവേ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ചില കമന്റ് വരും ഗിവ് അവേ ചെയ്യൂന്ന് പറഞ്ഞിട്ട്. അത് എടുത്തു നോക്കുമ്പോൾ ഫസ്റ്റ് കമന്റ് ആയിരിക്കും. അവരൊക്കെ എന്ന് വെച്ചാല് ഗിവ് അവേ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അവർ ഞാൻ അപ്പൊ തന്നെ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുക്കും. കാരണം അവർക്കൊന്നും കൊടുക്കരുത്, കിട്ടരുത്. നമ്മള് കയ്യിൽ നിന്ന് ഗിവ് അവേ ഗിഫ്റ്റ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നവരാ എന്റെ ചാനലിൽ വേണ്ട. എനിക്ക് അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സിനെ വേണ്ട. എനിക്ക് എന്റെ കൂടെ എപ്പോഴും ഉള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള എന്നെ പോലെ ചിന്തിക്കുന്ന അങ്ങനെയല്ല, അങ്ങനത്തെ കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യാനാണ് എനിക്കിഷ്ടവും എനിക്ക് താല്പര്യവും. അപ്പം ഇങ്ങനത്തെ രീതിക്ക് നിങ്ങൾ ചിന്തിക്കുക. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം കുറേ സബ്സ്ക്രൈബേഴ്സിനെ വേണമെന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ വേറൊരു കമന്റ് വന്നിട്ടുണ്ട്, വ്യൂസ് അത്യാവശ്യം പോകുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്ന്. ഓക്കെ, നിങ്ങൾ എന്നെ എത്ര പേര് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എത്ര പേര് കാണുന്നുണ്ട്? അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ആൾക്കാരും ഉണ്ടാവുക. എല്ലാവരും ഒന്നും ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരു വീഡിയോ കണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പോകുന്നില്ല. ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഒരു വീഡിയോ മാത്രം കണ്ടെന്ന് വെച്ചാൽ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സെക്കൻഡ് വീഡിയോ വന്നു, ഓക്കെ, അത് കുറച്ചുകൂടെ ഇഷ്ടമായി, അപ്പൊ തേർഡ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ തേർഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, എന്റെ ഫീഡിലേക്ക് വന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഇഷ്ടപ്പെടുത്തണം, ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വീഡിയോ കണ്ട് വ്യൂസിനനുസരിച്ച് എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരു ഇതും ഇല്ല. നമ്മൾ തന്നെ എത്ര വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൂ. ഇപ്പൊ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു വ്ലോഗ് കാണണമെന്ന് വെച്ചോ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യും പ്രൊഡക്റ്റീവ് വ്ലോഗ് എന്ന്. അപ്പം ചില വ്ലോഗ് വരുമ്പോൾ നമ്മൾ ഇരുന്ന് കാണും. ഈ കാണുന്ന വ്ലോഗ് ചെയ്യുന്നവർക്കൊന്നും നമ്മൾ എപ്പോഴും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും ഒന്നും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം എന്നൊന്നും ഇല്ല, അതെവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പം ഒരു വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് ചിന്തിക്കുക. ഇങ്ങനെ തന്നെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടാവുക. എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂല എന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നോ ഗ്രോത്ത് ഉണ്ടാവും. എന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ അത്ര കൺസിസ്റ്റന്റ് ഒന്നും അല്ല. നിങ്ങൾ തന്നെ ഇപ്പൊ ഒരു ലോങ് വീഡിയോ ഇട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞാല് ഇടും, ഇതെന്താ ചേച്ചി വീഡിയോ ഇടാത്തതെന്ന് അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് അല്ല, പക്ഷെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. എന്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഞാൻ അത്രയും യൂട്യൂബിൽ ഗ്രോ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഞാൻ തന്നെ എന്നെ കമ്പയർ ചെയ്യുമ്പം, ലൈക്ക് എന്റെ പണ്ടത്തെ വീഡിയോസ് ഇങ്ങനെ പോകുമ്പം ഗ്രോത്ത് ഉണ്ടോ? ഗ്രോത്ത് ഉണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ വേറൊരു യൂട്യൂബറിനെയും എന്നെയും കമ്പയർ ചെയ്യുന്നില്ല. കാരണം അവരെ ഗ്രോത്ത്, അവരെ സിറ്റുവേഷൻ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മളെ സിറ്റുവേഷൻ നമ്മളെ സറൗണ്ടിങ്സ് പോലെ ആയിരിക്കണം എന്നില്ല അവരെ സിറ്റുവേഷൻ, അവരെ സറൗണ്ടിങ്. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഒരു ഗ്രോത്തിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മളുമായിട്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ പണ്ടത്തെ വീഡിയോനെക്കാട്ടും ഗ്രോത്ത് ഉണ്ടോ? ഓക്കെ, പക്ഷെ ഞാനും ആ യൂട്യൂബറും ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അത്രയും, അവളിപ്പോ എത്ര വീഡിയോ ആണോ ഇട്ടത് അത്രയും വീഡിയോ തന്നെ ഞാൻ ഇട്ടു. പക്ഷെ അവൾക്ക് 100K സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ വീഡിയോസിലും ഓരോ വീഡിയോ ഇടുമ്പം എങ്ങനെ ഗ്രോത്ത് വന്നു, എങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടായി, എത്രമാത്രം കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു, അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അല്ലാണ്ട് വേറൊരു യൂട്യൂബറിനെയും നമ്മളെ യൂട്യൂബ് ചാനലുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇനി കൺസിസ്റ്റൻസി എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോയിലാണ് സ്ട്രെസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വീക്ക്ലി ഒരു 2 വീഡിയോ എങ്കിലും ഇടാൻ നോക്കുക. 2 വീഡിയോ ഇല്ലെങ്കിലും വീക്ക്ലി 1 വീഡിയോ എങ്കിലും ഇടാൻ നോക്കുക. 2 വീഡിയോ എന്ന് പറയാൻ കാരണം നിങ്ങൾ 2 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും ഇടുന്നത്. അപ്പം ആ ഒരു വീഡിയോ ക്ലിക്കായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനൽ തുറന്നു നോക്കുമ്പം ഒരു വീഡിയോ മാത്രം കാണുമ്പം അതൊരു ഇതായിരിക്കും. നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഒരു 2-3 ദിവസം കൊണ്ട് നെക്സ്റ്റ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുക, പിന്നെ ഒരു 2-3 ദിവസം കൊണ്ട് ഒരു തേർഡ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ,
അങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു 3 വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയാ ഇനിയും വ്ളോഗ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു 1 മിനിറ്റ് 2 മിനിറ്റുള്ള ലോങ് വീഡിയോ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോ ഷോർട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഷോർട്സ് ഇട്ട് പോവാൻ ശ്രമിക്കുക. ഞാൻ ഷോർട്സിൽ അത്ര കോൺസെൻട്രേഷൻ കൊടുക്കാത്തതുകൊണ്ട് ആണ് എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും കിട്ടാത്തത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ വെച്ചിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് എങ്ങനെയാ അത് പറഞ്ഞു തരേണ്ടത് എന്ന് അറിയൂല. ഞാനിങ്ങനെ ടെക് വൈസ് എനിക്ക് അങ്ങനെ പറഞ്ഞു തരുന്ന വീഡിയോ എടുക്കുക എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാത്തത്. ചാനൽ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള വീഡിയോ ബിഗിനർ എന്നുള്ള രീതിക്ക് നോക്കാൻ പറ്റിയ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നൊക്കെ അറിയുന്നില്ലെങ്കിൽ ഞാൻ ഏത് വീഡിയോ ആണ് കണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അക്കൗണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ എഡിറ്റിംഗ് വെക്കേഷൻ ആണ്, എഡിറ്റിംഗ് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് മാത്രം മതി. ഓക്കെ, നിങ്ങൾ ബേസിക് ആയിട്ട് എഡിറ്റ് ചെയ്യുക. അതിനുള്ള കുറേ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആൻസർ വരും. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് അറിയില്ലെങ്കിൽ ഇൻഷോട്ട്, VN, ക്യാപ് കട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പം അത് ഇന്ത്യയിൽ ബാൻഡ് ആണ്. അതുകൊണ്ട് അത് ഡൗൺലോഡ് ആക്കണമെങ്കിൽ വേറെ കൺട്രി ചേഞ്ച് ചെയ്തും ഡൗൺലോഡ് ആക്കണം. പിന്നെ അത് യൂസ് ചെയ്യണമെങ്കിൽ VPN വേണം. ഇതൊക്കെ കുറച്ച് ടാസ്കാ. അപ്പോൾ അത് എങ്ങനെയാണെന്നും യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. ട്രൈ ടു സെർച്ച്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഇൻഷോട്ടും VN മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വ്ലോ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് എഡിറ്റിങ് ശ്രമിക്കുക. ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കരമായിട്ട് മാരകമായിട്ട് എഡിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി മ്യൂസിക്, യൂട്യൂബ് ചാനലിലെ മ്യൂസിക് കുറെ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, 100% കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ മ്യൂസിക് ഉണ്ടാവും. അത് തന്നെ കോപ്പിറൈറ്റ് അല്ലാത്ത മ്യൂസിക് കിട്ടും. അത് സെർച്ച് ചെയ്ത് കണ്ടെത്തുക. അത് തന്നെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറെ മ്യൂസിക് ഒന്നുമില്ല, നമ്മൾ നോക്കി നോക്കി കണ്ടെത്തണം. അതും നിങ്ങൾക്ക് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് എടുക്കേണ്ടത് എന്നുള്ള കുറെ ഇതുണ്ടാവും, ട്യൂട്ടോറിയൽ ഉണ്ടാവും. അതും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ കാണിച്ചു തരുന്നതിനെ പറ്റി വലിയ ധാരണയില്ല. എനിക്കറിയില്ല. എനിക്ക് ഒരു സംഭവം എനിക്കിങ്ങനെ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഓവർലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മൊത്തം കൊളാവും. അതുകൊണ്ട് വെറുതെ ഒരാൾക്ക് എനിക്ക് പറ്റുന്ന കാര്യമല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എന്താ പറയാ കാണിച്ചു തരാത്തത്. അത് ജസ്റ്റ് ഞാൻ അങ്ങനത്തെ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. എന്താ ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതി കാണിക്കാം. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക മ്യൂസിക് ഒക്കെ. അതാണ് എഡിറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ തംബ്നെയിലിന് വേണ്ടിയിട്ട് ക്യാൻവ എടുക്കുക. ക്യാൻവയിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾ വീഡിയോയിൽ ഉണ്ടാകുന്ന കോണ്ടന്റ് അനുസരിച്ചുള്ള പിക്ചേഴ്സ് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതി. കുറേ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ കുറേ ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കുറച്ചുകൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് വരുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുത്തണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ബിഗിനർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ക്യാൻവയിലുള്ള ടെംപ്ലേറ്റ്സ് റെഫർ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു ബിഗിനർക്ക് പറഞ്ഞു തരാന്നുള്ള രീതിക്ക് എനിക്ക് യൂട്യൂബിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് വന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് ഉറപ്പാണ് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഗായ്സ്, ഞാൻ വോട്ട് ചെയ്തതാട്ടോ ഇത്. ഇന്ന് വോട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ വീഡിയോ ചെയ്യാണ്. കാരണം എനിക്ക് ലീവ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാലും എനിക്ക് വെക്കേഷൻ ഇല്ല. അതുകൊണ്ട് എനിക്ക് കുറെ കോണ്ടന്റ് പ്ലാൻ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ടൈമിൽ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു.
ഓക്കെ, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എൻ്റെ ആവുമ്പോഴേക്കും നിങ്ങൾക്കൊരു 50% കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കോൺഫിഡൻസ് വന്നിട്ടില്ലേ, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നിട്ടില്ലേ, ഒന്ന് ചാർജ് ആയില്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചിന്റെ വീഡിയോ കണ്ടപ്പോൾ ചാർജ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെന്താ പറയാ, കമന്റ് സെക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാ, നല്ല കമന്റ്സ് വരും. ഓക്കെ, നിങ്ങളുടെ വീഡിയോസിന് പുറത്തുനിന്ന് ഒരാളെ കമന്റ് ചെയ്തോ, അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, റീച്ച് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. ഈ 1K ആവുമ്പം ലൈക്ക് എനിക്ക് ഒരിക്കലും ഈ 1K ആവുന്ന അത്രയും എക്സൈറ്റ്മെന്റ് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും എത്ര ഗ്രോത്ത് ഉണ്ടായപ്പോഴും ഈ 1K ഹിറ്റ് ചെയ്തപ്പോഴുള്ള അത്രയും സന്തോഷം വന്നിട്ടില്ല. കാരണം ഈ നമ്പറിനെക്കാട്ടും ഒരു K വെച്ച് കാണുമ്പം നമ്മൾ ഗ്രോത്ത് ഉണ്ട്, നമ്മളൊരു യൂട്യൂബർ ആണ്, ആ ഒരു രീതിക്കുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. സോ എനിക്ക് ആ ടൈമിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുമ്പോൾ തന്നെ എന്താ പറയേണ്ടത്, എനിക്ക് അത്രയും ഒരു സന്തോഷമായിരുന്നു. ഒരു 50 ആള് എന്നൊക്കെ പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട്, അവരൊക്കെ എൻ്റെ വീഡിയോ കാണണം, എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുള്ളതിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. എനിക്ക് ആരോ കമന്റ് ചെയ്തിട്ടുണ്ട് ആകെ 55 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂന്ന്. 55 ആൾക്കാർ എന്താ ആൾക്കാരല്ലേ? നിങ്ങൾ കോണ്ടന്റ് ചെയ്യുമ്പം നിങ്ങൾ ആ വീഡിയോ കാണുമോ, അത് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളെ ഗ്രോത്ത് ഇല്ല, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട വീഡിയോ വേറൊരാളാ ഇട്ടത്, നിങ്ങൾ ആ വീഡിയോ കാണുമോ, ആ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയില്ല എന്ന് വെച്ചിട്ട് എന്താ പറയാ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാണ്ട് നിൽക്കൊന്നും വേണ്ട. വീഡിയോ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ സബ്സ്ക്രൈബേഴ്സിനെ ആലോചിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കണ്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ലേ ചെയ്യുന്നത്, അത് മാത്രം ചിന്തിച്ചാൽ മതി. കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കാണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ടേഷൻ ഒരിക്കലും വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഞാൻ ജേർണലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയി, ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ദിസ് ചാനൽ ഈസ് ഗ്രോയിങ്, മൈ കമ്മ്യൂണിറ്റി ഈസ് ഗ്രോയിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ജേർണലിൽ എഴുതിയിട്ടുണ്ട് 50 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ. എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഒരിക്കലും ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ എക്സ്പെക്ടേഷൻ ആണ് നമ്മളെ ബാക്കോട്ട് വലിക്കുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് 1 സബ്സ്ക്രൈബർ കൂടുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര തുള്ളിച്ചാടുന്ന അത്രയും ഹാപ്പിനെസ് എനിക്ക് വരുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ഒരിക്കലും വെക്കാതിരിക്കുക. നിങ്ങൾ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുന്നു, എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഹാപ്പിനെസ് ഉണ്ടാവുന്നു, അത് മാത്രം ചിന്തിച്ച് ചെയ്താൽ മതി. ഈ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് ചെയ്യാണോ നിങ്ങൾ, എവിടെ എത്തൂല. പൈസ ഉണ്ടാവും, അതും അങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു 3 വീഡിയോ ഇട്ട് 4 വീഡിയോ ഇട്ട് റീച്ചായി 1K സബ്സ്ക്രൈബർ ആയി എന്ന് വെച്ചിട്ട് പൈസ നമുക്ക് തരൂല. നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. എനിക്ക് തന്നെ പൈസ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര എന്താ പറയാ, റെഗുലർ ആയിട്ട് എല്ലാ മാസവും പൈസ എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അങ്ങനെ വീഡിയോസ് ഇടലുള്ളൂ. ആ വീഡിയോസിൽ തന്നെ എത്ര പൈസയെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മള് വീഡിയോസിനൊക്കെ അത്രയ്ക്കും വ്യൂസ് പോകണം. അതുകൊണ്ട് അത് മാത്രം വിചാരിച്ച് നമുക്ക് അത്രയും പൈസ എല്ലാ മാസവും പൈസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യരുത്. വി ഹാവ് ടു വർക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പൈസ, ആൾക്കാർ അങ്ങനെയൊന്നും വിചാരിച്ചാല് നോ, കാര്യമില്ല. മെയിനായിട്ട് എക്സ്പെക്ടേഷൻ വെക്കാണ്ടിരുന്നാൽ എല്ലാം ഓക്കെ, നമ്മൾ എല്ലാത്തിലും ഹാപ്പി ആവും, എല്ലാത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. എന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ ഒരേ രീതിക്ക് തന്നെ കോണ്ടന്റ് ചെയ്തു പോവരുത്. നമ്മൾ ഫസ്റ്റ് ലെവലിൽ എങ്ങനെയാണോ ചെയ്തത്, ഒരു 20 വീഡിയോ ഇട്ടാലും അതേ ലെവലിൽ തന്നെ നിൽക്കരുത്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു 1% എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാനാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഓക്കെ, ഇപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചോ. നാളെ ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ളത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്തിടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്ട്, ഒരു ബിഗിനർ എന്നുള്ള രീതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്ട് രാത്രി തന്നെ ഓക്കെ
എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൈൻഡിലല്ല, ഒന്ന് എഴുതി വെക്കുക. ഒരു റഫ് പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, രാവിലെ എണീക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കാര്യം ചെയ്യുന്നു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ആ ഒരു ഐഡിയ കീപ്പ് ചെയ്യുക. ഞാൻ ഓവർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ഒരു ഐഡിയ ബിൽഡ് ചെയ്തെടുക്കാം, അത്രേ ഉള്ളൂ. യാ, അതാണ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞു തരാനുള്ള ടിപ്പ്. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർഫെക്റ്റ് സെറ്റപ്പ്, പെർഫെക്റ്റ് റൂം, പെർഫെക്റ്റ് ആയിട്ടുള്ള റൂം, വീട്, ഇതൊക്കെ വേണം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ആക്ച്വലി അതും വിചാരിച്ച് നമ്മൾ ഇരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വർഷമാണ് ഞാൻ ഈ ഒരു എൻ്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഘടകമാണ്. എനിക്കൊരു റൂം സ്വന്തമായിട്ട് കിട്ടിയപ്പോഴാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തോന്നിയത്. പക്ഷേ എല്ലാരും അങ്ങനെ, എന്താ പറയാ, അങ്ങനെ ഒരു റൂം ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്ങനത്തെ വീട്ടിലാണോ, എങ്ങനത്തെ സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, നല്ല കോണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ പെർഫെക്റ്റ് ടൈമിനും സെറ്റപ്പിനും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അതെനിക്ക് അത്രത്തോളം പറയാൻ പറ്റൂല, കാരണം ഞാൻ ഈ ഒരു റൂമിലേക്കും ഈ ഒരു വീട്ടിലേക്ക് മാറിയതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് മുന്നേ ഒന്നും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ഗ്രോത്ത് വേണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു കോളേജ് പഠിക്കുമ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതാണെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനത്തെ വ്ളോഗ് ഇടണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല, ഫ്രണ്ട്സുമായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണെങ്കിലും അത് ഞാൻ പിന്നെ കീപ്പ് ചെയ്തില്ല. ഞാൻ പിന്നെ ആ ചാനലിൽ മൈൻഡ് ആക്കുകയും കൂടെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ പെർഫെക്റ്റ് സെറ്റപ്പിനെ പറ്റി എനിക്ക് അത്രയും പറഞ്ഞുതരാൻ പറ്റുമോ അറിയില്ല. പക്ഷെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു ടേബിൾ എൻ്റെ പഴയ ടേബിളായിരുന്നു. പഴയ ടേബിൾ എന്ന് പറയുമ്പം ഞാൻ ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള ടേബിൾ, അത് തറവാട്ടിലെ ടേബിളാണ് ഈ റൂമിലേക്ക് ഞാൻ എടുത്തു കൊണ്ടുവന്നത്. ആകെ ഈ റൂമിൽ ഈ ഒരു ബെഡ് ഉണ്ടായിരുന്നു, ആ ടേബിൾ ഉണ്ടായിരുന്നു, ഈ ഷെൽഫ് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ രീതിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് ഞാൻ ഈ ഒരു ടേബിളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. സോ എന്നാലും എനിക്ക് പെർഫെക്റ്റ് സെറ്റപ്പ് ഇല്ല സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അത്യാവശ്യം ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ വർഷമാണ് ഞാൻ എൻ്റെ റൂം എന്നുള്ള രീതിക്ക് ഇങ്ങോട്ടേക്ക് മാറിയത്. കാരണം ഇത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നിങ്ങൾ പെർഫെക്റ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. കുറച്ച് ക്ലീൻ സ്പേസ് ആക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. അതൊക്കെ നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾ ചെയ്യുക. ഈ ചീവീടിന്റെ സൗണ്ട്, ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് ആ ഒരു സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യാന്നല്ല, ഓക്കെ, രണ്ട് രീതിക്ക് പറയാം. ഒന്നില്ലേലും നിങ്ങൾക്ക് പറയാം, എന്ത്, ഒരു വർഷം മുന്നേ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റി, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി, എനിക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടായി. ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഒരു വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു, എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, എനിക്ക് മാത്രമില്ല, എനിക്ക് പണ്ടേ സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്യാഞ്ഞത്, ഇപ്പൊ എന്നെ കളിയാക്കുന്ന പേടിച്ച് ഫ്രണ്ട്സിനടക്കം യൂട്യൂബ് ചാനലുണ്ട്, പക്ഷെ എനിക്കില്ല, ഞാനല്ലേ ആദ്യം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്, എന്നിട്ട് അവള് സ്റ്റാർട്ട് ചെയ്തല്ലോ, എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലാലോ. നിങ്ങൾക്ക് ഈ രണ്ട് രീതിക്ക് ആ ഒരു സമയത്ത് അപ്രോച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് പോകുമ്പം റിഗ്രറ്റ് അടിക്കരുത്. നിങ്ങൾ ഇനിയും ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം എന്തിനാ പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും ചോയ്സ് നിങ്ങളതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഐ എം സോ ഗ്ലാഡ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഗ്രോ ചെയ്യുന്നത് കാണുമ്പം എനിക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ. സോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. ഒരു ബിഗിനർ എന്നുള്ള രീതിക്കുള്ള കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൂന്നേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പേടിയൊക്കെ മാറി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. ബിക്കോസ് എന്താ പറയേണ്ടത്, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. സോ ഡോണ്ട് വെയിറ്റ്, ഇപ്പൊ തന്നെ തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നോട് പറയാം, കമന്റ് ചെയ്യാം.
പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി, ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ, അതൊക്കെ ഒന്ന് കമന്റിൽ ചോദിക്കുക. എനിക്ക് ആക്ച്വലി ഇപ്പൊ കമന്റ് നോക്കാനും മെസ്സേജ് നോക്കാനും ഒന്നും ഉള്ള ഒരു ടൈം കിട്ടുന്നില്ല. ക്ലാസ് ഉണ്ട്, വർക്ക് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് എനിക്ക് യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോസ് ഇട്ട് പോകണം, കൺസിസ്റ്റന്റ് ആവണം എന്നൊക്കെ ഉണ്ട്. ഒക്കെ കൂടെ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പം അതിനൊക്കെ ഉള്ള ഒരു ടൈം സെറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ആൻഡ് മേ ബി 1 year later യു വിൽ താങ്ക് യുവർ സെൽഫ് ഫോർ സ്റ്റാർട്ടിങ് ടുഡേ. ഇത് ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ അറിയിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് എ ബിഗ് ക്ലാപ്പ്. എൻ്റെ വക വലിയൊരു ക്ലാപ്പ് ഉണ്ട്. ഓൾസോ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എന്തായാലും ഇപ്പം അല്ലെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.